ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെല്ലാവരെയും ഗ്ലോറി സോണിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു, മഹത്വത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ അസിസ്റ്റൻസ് ആയിട്ടുണ്ട് എന്ന്. ഇന്നും അതേ വിഷയത്തെ തുടർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിനകത്ത് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെയും ഒക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു വിഷയമാകുന്നു മഹത്വം. ഈ മഹത്വത്തെപ്പറ്റി പറയുമ്പോൾ അതിനൊത്തിരി ഉദാഹരണങ്ങളുണ്ട്, ഒത്തിരി വാക്കുകളുണ്ട്, ഒത്തിരി ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിപ്രകാരമാണ്, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്, ഒരു വ്യക്തിത്വം യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് മഹത്വത്തിലാകുന്നു. ആ വ്യക്തിത്വം അറിഞ്ഞോ അറിയാതെ. കാര്യം, എപ്പോഴാണോ ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണോ ഞാൻ യേശു ക്രിസ്തു എൻ്റെ റൈച്ചസ്നെസ്സായി, അവൻ എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത്, അവൻ എൻ്റെ ശാപങ്ങളെ ഏറ്റെടുത്ത്, അവൻ എൻ്റെ എനിക്ക് ദോഷകരമായി നിന്ന സകല ലിഖിത നിയമങ്ങളെയും അവൻ ക്രൂശിൽ നിഷ്കാസനം ചെയ്ത് അവൻ എന്നെ പിതാവുമായി ഒരുമിച്ചത് ഏത് സമയത്താണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴാണോ, അപ്പോൾ മുതൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ മഹത്വത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു. ഇനിയും പ്രത്യേകിച്ച് ഒരു മഹത്വത്തിൻ്റെ വരവിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പോകേണ്ട ആവശ്യമില്ല. ദൈവം ഓൾറെഡി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മഹത്വത്തിലാണ്. ആ ഒരു മഹത്വത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ പറയണ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വരുന്നു. അതുപോലെ തന്നെ ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നു. ആക്ച്വലി ബൈബിൾ നമ്മളെ പറയുന്ന, അല്ലെങ്കിൽ ബൈബിളിനകത്തുനിന്ന് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എങ്ങനെയാണ്, നമ്മൾ ഒരു സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു സംഭവത്തിലേക്ക് കയറുകയല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ ആയിരിക്കുന്നു. കാര്യം, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മൾ ഇന്നായിരിക്കുന്നു. സോ ഇനിയും പ്രത്യേകിച്ച് സ്വർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നോ എന്തെങ്കിലും ഭൂമിയിലേക്കോ അല്ലെങ്കിൽ മനുഷ്യനിലേക്കോ വരേണ്ട ആവശ്യമില്ല, കാര്യമില്ല. പകരം നമ്മൾ ജീവിക്കുന്നത് മഹത്വത്തിലാകുന്നു. സോ ഈ ഒരു പ്രത്യാശയിൽ, ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് നടക്കാം. കാര്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായം അതിൻ്റെ 14ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു. നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം നയിക്കപ്പെടുന്നു ദൈവാത്മാവിനാൽ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ അതേ DNA ചുമക്കുന്നു നമ്മൾ. അതേ DNA നമ്മൾ ചുമക്കുന്നു. അതിൻ്റെ അകത്ത്, മഹത്വത്തിൻ്റെ അകത്ത് നാം വസിക്കുന്നു. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നമ്മളെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരു വ്യക്തികൾക്കും പറ്റത്തില്ല. പിശാചിന് പറ്റത്തില്ല. കാര്യം, അവൻ മഹത്വത്തിൽ അവൻ ജീവിക്കുന്നവനല്ല. അവൻ്റെ മഹത്വം ഉണ്ടായിരുന്നു, പക്ഷേ ആ മഹത്വത്തെ അവൻ കളഞ്ഞു. പക്ഷേ എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അവനെ കൊല്ലാതെ ദൈവം എന്നും വിട്ടിരിക്കുന്നു. സോ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നാം മഹത്വത്തിൽ ജീവിക്കുന്നു, മഹത്വത്തിലാകുന്നു, നാം മഹത്വത്തിൽ വസിക്കുന്നു. ഈ മഹത്വത്തിൻ്റെ അകത്ത്, മഹത്വത്തിൽ ജീവിക്കുമ്പോൾ, ഒരു വ്യക്തിത്വം മഹത്വത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം മനോഹരമാകുന്നു. അവന് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവൻ അത്ഭുതങ്ങൾ കാണുന്നു. അവൻ ദൈവവുമായിട്ട് സംസാരിക്കാനിടയാകുന്നു. ദൈവം ആ വ്യക്തിയിലൂടെ ചില കാര്യങ്ങൾ നമ്മളോട്, മനുഷ്യരോട് സംസാരിക്കാനിടയാകുന്നു. ഇതല്ല ചിലവർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. സുവിശേഷം പറയുന്നവർക്ക് മാത്രമോ, അല്ലെങ്കിൽ അങ്ങനെ ദൈവവുമായി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുന്ന ആർക്കെങ്കിലും കുറച്ച് പേർക്ക് മാത്രമോ കിട്ടുന്നൊരു കാര്യമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതേ അങ്ങനെയാണ്. അവനെ സൃഷ്ടിച്ചതേ മഹത്വത്തിലാണ്. അവൻ നടക്കുന്നത് മഹത്വത്തിലാണ്. അവനെപ്പോഴും മഹത്വത്തിൻ്റെ അകത്തായിരിക്കുന്നു. സോ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ.